ഈ വാർത്താപകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ലൈംഗികാരോപണ വിവാദങ്ങൾ ഉയർന്ന ശേഷം ഇതാദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടെത്തി. 38 ദിവസത്തിനു ശേഷമാണ് പാലക്കാട്ടേക്കുള്ള രാഹുലിന്റെ വരവ്. വിവാദങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചില്ല. രാഹുലിനെതിരെ പ്രതിഷേധിക്കുമെന്ന് DYFIയും BJPയും അറിയിച്ചു. പാലക്കാടെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിന്റെ വീട്ടിലേക്കാണ് ആദ്യം എത്തിയത്. KSU ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെ രാഹുലിനൊപ്പമുണ്ടായിരുന്നു. ലൈംഗികാരോപണ വിവാദങ്ങളിൽ ഉൾപ്പെടെ പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായില്ല. ജനാധിപത്യപരമായ പ്രതിഷേധത്തെ സ്വാഗതം ചെയ്യുന്നെന്ന് രാഹുൽ. ജനാധിപത്യപരമായ എല്ലാ പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രചാരണ ഘട്ടത്തിൽ ഉണ്ടായിരുന്നതുപോലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി എല്ലാവരും. പ്രചാരണ ഘട്ടത്തിൽ മാത്രമല്ലല്ലോ, ഞാൻ പാലക്കാടുള്ളപ്പോഴെല്ലാം അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. MLA എന്ന നിലയിൽ പൊതുപരിപാടികളിൽ രാഹുൽ പങ്കെടുത്താൽ പ്രതിഷേധിക്കുമെന്ന് DYFIയും BJPയും. DYFI ജനങ്ങളെ അണിനിരത്തി വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മാലിന്യത്തെ പാലക്കാട്ടിലെ ജനങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിച്ച കോൺഗ്രസ് അതിനോട് മാപ്പ് പറയേണ്ടതായിട്ടുണ്ട്. MLA എന്ന തരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ BJPയുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. അദ്ദേഹം രാജിവെക്കുന്നവരെ BJPയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാവും എന്നുള്ളതായിരുന്നു പാർട്ടി എടുത്തിട്ടുള്ള സ്റ്റാൻഡ്. അതേ സ്റ്റാൻഡ് തന്നെയാണ് ഇപ്പോഴുള്ളത്. ഇന്ന് സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തീരുമാനം. രാഹുലിന്റെ വരവ് അറിവോടെയല്ലെന്നാണ് കോൺഗ്രസ് വാദം. മുതിർന്ന നേതാക്കൾ രാഹുലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നില്ലെങ്കിലും രാഹുലിനൊപ്പം പോകുന്ന പ്രാദേശിക നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകില്ല. ഔദ്യോഗിക പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ് ഇവിടെ ഉറപ്പാക്കിയിട്ടുള്ളത്. പാലക്കാട് നിന്നും ക്യാമറാമാൻ രാജീവിനൊപ്പം ആയിഷത്തുൽ ഷംന, 24. ഇപ്പോൾ പാലക്കാട് MLA ഓഫീസിന് മുന്നിൽ BJPയുടെ പ്രതിഷേധം നടക്കുകയാണ്. ചൂലുമായി എത്തിയാണ് അവിടെ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ആ പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചെറിയ സംഘർഷാവസ്ഥ MLA ഓഫീസിന്റെ പരിസരത്തുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകും. ഷംന, BJPയുടെ പ്രതിഷേധം പോലീസ് തടഞ്ഞോ, അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് വ്യക്തിപരമായ പരിപാടികൾക്കായി രാഹുൽ മണ്ഡലത്തിലെത്തുന്നത് തടയില്ല, എന്നാൽ ഔദ്യോഗിക പരിപാടികൾക്കോ MLA ഓഫീസിൽ കയറാനോ രാഹുൽ എത്തിയാൽ അത് തീർച്ചയായും തടയും. വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നാണ് BJP ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ MLA ഓഫീസിന് തൊട്ട് സമീപം വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു. മഹിളാ പ്രവർത്തകർ അടക്കമെത്തി റോഡ് ഉപരോധിച്ചു. ചൂലെത്തി കൊണ്ടുവന്നാണ് അവർ പ്രതിഷേധിച്ചത്. പിന്നീട് അത് ദേശീയപാത വരെ ഉപരോധിച്ചുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടന്ന ഘട്ടത്തിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആ ഘട്ടത്തിൽ വലിയ രീതിയിൽ ഉള്ള പോലീസുമായി ഉന്തും തള്ളൊക്കെ ഉണ്ടായി. ഇപ്പോൾ നമ്മോടൊപ്പം അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ചേരുന്നുണ്ട്. അല്ല, BJPയുടെ സ്റ്റാൻഡ് അദ്ദേഹം രാജിവെക്കുന്നു. അങ്ങനെ അറസ്റ്റ് നടക്കണമെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പോലീസുകാർ ലാത്തി ചാർജ് നടത്തി ഇവിടെ ജലപീരങ്കി ഉപയോഗിച്ചു കുറേ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു അറസ്റ്റ് കാണിച്ചുകൊണ്ട് BJPയുടെ സമരത്തെ അവസാനിപ്പിക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇവിടെ ശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അദ്ദേഹം രാജിവെക്കുന്നവരെ BJPയുടെ പ്രവർത്തകന്മാർ ശക്തമായ സമരവുമായിട്ടുണ്ട്. അല്ല, ഇവിടെ ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നു, അദ്ദേഹം MLA എന്നുള്ള പ്രിവിലേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ, അതുപോലെ തന്നെ ഔദ്യോഗിക പരിപാടി, ഇതിലൊക്കെ ശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. പാലക്കാട്ടൻ ജനങ്ങളെ ഞങ്ങൾ അണിനിർത്തും. പാലക്കാട്ടുകാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് രാഹുലിനെതിരായ സമരം ശക്തമായ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് വിജയകുമാർ, MLA എന്ന സ്ഥാനം രാഹുൽ ദുരുപയോഗം ചെയ്യുകയാണ്. ഒരു കാരണവശാലും ഔദ്യോഗിക പരിപാടികൾ പങ്കെടുക്കാൻ രാഹുൽ അനുവദിക്കില്ല എന്നാണ്. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ ചില മരണ വീടുകളിലൊക്കെ പോയതിനു ശേഷം എവിടെയാണ് അദ്ദേഹം? MLA ഓഫീസിലേക്ക് എത്തുന്നുണ്ടോ? എന്തെങ്കിലും പൊതുപരിപാടികൾ ഇന്ന് MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടോ പാലക്കാട്ട്? വിജയകുമാർ, രാഹുൽ അക്കാര്യത്തിൽ ഒന്നും ഇതുവരെയും ഒരു സ്ഥിരീകരണവും വരുത്തിയിട്ടില്ല. നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു, MLA ഓഫീസിലേക്ക് വരുമോ, മാധ്യമങ്ങളെ കാണുമോ എന്നതടക്കം നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷെ അക്കാര്യത്തിൽ ഒന്നും സ്ഥിരീകരണം വരുത്തിയിട്ടില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ണാർക്കാടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ തിരിച്ച് മണ്ഡലത്തിലേക്ക് പാലക്കാട് തന്നെ എത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ഔദ്യോഗിക പരിപാടികൾ എന്തെങ്കിലും രാഹുലിന് ഇന്ന് ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായി തന്നെ മാധ്യമങ്ങളെ അറിയിക്കുമെന്നുകൂടി രാഹുൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ പ്രതിഷേധങ്ങൾ അത് ഇന്ന് ഉണ്ടാകുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് സംസാരിക്കുന്ന ഈ വിഷയത്തിലായിരിക്കും അദ്ദേഹം. ഞങ്ങൾ ആദ്യം മരിച്ച വീട്ടിലുണ്ട്, ഞങ്ങൾ സംസാരിച്ചു. ഞാൻ DC പ്രസിഡന്റാണ്. കണ്ട മുണ്ടിയിൽ തെറ്റുണ്ടോ? മുണ്ട് അത്രയേ ഉള്ളൂ.
അങ്ങനെയൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. ആ നിലവിലുള്ള MLA നല്ല പരിചയമുള്ള ആളുകളെ ഒരു നടപടിൻ്റെ പേരും പറഞ്ഞ് മുഖം തിരിച്ച് നടക്കേണ്ട കാര്യമില്ലല്ലോ, അത്രേ ഉള്ളൂ. അയ്യോ ഞാൻ ചോദിച്ചോട്ടെ, ഞാനിപ്പോ നിങ്ങൾ തമാശ പറയട്ടോ, ഞങ്ങൾ മരിച്ചവിടെ കണ്ടാ മിണ്ട തിരിച്ചു ഇതുവരെ നശിച്ചിട്ടില്ല, സുഹൃബന്ധമുണ്ട്. അല്ല, VD സതീശൻ അടക്കം ഇന്നലെ വന്നപ്പോ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പുറത്താക്കിയതെന്ന് കൃത്യമായി പറഞ്ഞു. സംശയമില്ലല്ലോ, ആ പുറത്താക്കിയത് തന്നെയാണ്. ഞാൻ ചോട്ടെ, രാഹുൽ മാങ്കൂട്ട അത് വിടും, ഇനി വേറൊരു പാർട്ടിയുടെ ഞാൻ ചോട്ടെ, ഇപ്പൊ ഇവിടുത്തെ പാർട്ടിയുടെ മന്ത്രിയായിട്ട് രാജേഷിനെ വഴി വെച്ച് ഞങ്ങൾ പരിചയമുണ്ട് കണ്ട സംസാരിച്ച എന്താ തെറ്റ്? കണ്ട പരിചയമുള്ള സംസാരിക്കില്ലേ? അത് വേറെ ഇത് വേറെ. കണ്ട പരിചയം പറഞ്ഞ ദയവ് ചെയ്ത് ഇല്ലാത്തത് വ്യാഖ്യാനിക്കരുത്. BJPയും അതോടൊപ്പം തന്നെ DYFI ഒക്കെ തടഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ സംരക്ഷണം കോൺഗ്രസ് ഒരുക്കുമോ? ഞങ്ങൾ സംരക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം തന്നെ സംരക്ഷണം ചെയ്യാനുള്ള ആളുകളും സൗകര്യമൊക്കെ ഉള്ളതാണ്. അങ്ങനെ ആളെ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ. അത് MLA അല്ലേ, ആളെങ്ങനെ ഉപദ്രവിക്കുക? ഞാൻ പറയും MLA-മാരെ ഒരു പാർട്ടിയിൽ നിന്ന് വെളിയിൽ പുറത്താക്കിയെന്ന് വെച്ചാൽ അതുകൊണ്ട് MLA-ക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിരോധിക്കാൻ പറ്റുമോ? എന്തിന്? അതിന്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിന്റെ നിയമമടത്ത് വരുന്നു, ഇവിടുത്തെ മരിച്ച സ്ഥലങ്ങളിൽ പോകുന്നു, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ പോകുന്നു. അവിടെ ആരും തടക്കില്ല എന്ന് തന്നെ എല്ലാവരും പറയുന്നു. തടക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഇത് നിങ്ങൾ ആരെയും നിങ്ങൾ ഉദ്ദേശിച്ചു എനിക്കറിയില്ല. അത് പാലക്കാട് DCC പ്രസിഡന്റാണ് മാധ്യമങ്ങളെ കണ്ടത്. ഒരു മരണ വീട്ടിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടാൽ സംസാരിച്ചാൽ എന്താണ് തെറ്റ്, ഒന്ന് കൈ കൊടുത്താൽ എന്താണ് തെറ്റ് എന്നാണ് DCC അധ്യക്ഷൻ ചോദിക്കുന്നത്. കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണമൊന്നും ഒരുക്കുന്നില്ല. MLA എന്ന നിലയിൽ മണ്ഡലത്തിലെത്തുന്നതിന് രാഹുലിന് തടസ്സമില്ലല്ലോ എന്നാണ് DCC അധ്യക്ഷൻ പറയുന്നത്. അതിനപ്പുറം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ എന്തെങ്കിലും ഒരു പരിഗണന MLA-ക്ക് നൽകില്ല എന്ന് DCC പ്രസിഡന്റ് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതല്ല, പ്രവർത്തകർ MLA-ക്കൊപ്പം ഇപ്പോഴും ഉണ്ട് എന്നാണ് മാധ്യമപ്രവർത്തകർ തിരികെ ചോദിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയില്ല. അത്തരം ഒരു സംരക്ഷണവും ഒരു സഹായവും കോൺഗ്രസ് നൽകുന്നില്ല. സസ്പെൻഡ് ചെയ്യപ്പെട്ട അംഗം എന്ന നിലയിൽ മാത്രമേ കാണൂ എന്ന് DCC പ്രസിഡന്റ് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും MLA ഓഫീസിന് മുന്നിൽ BJP പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ട്. ചൂലുമായാണ് അവിടെ പ്രവർത്തകരെത്തിയത്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട് അവിടെ നിന്ന്. MLA ഓഫീസിൽ എത്തിയിട്ടില്ല. മണ്ണാർക്കാടാണ്. തിരികെ പാലക്കാട്ടേക്ക് ഓഫീസിൽ എത്തുമോ എന്നതിൽ സ്ഥിരീകരണം ഒന്നുമില്ല. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചതിന് പിന്നാലെ ഇടതുമുന്നണിയോട് കൂടുതൽ അടുക്കുന്നു എന്ന സൂചന ശക്തമാക്കുകയാണ് NSS. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ വിമർശനങ്ങൾ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ തള്ളി. കോൺഗ്രസിൽ നടക്കുന്നത് മുഖ്യമന്ത്രി ആരാകണമെന്ന തർക്കമാണ് എന്ന് സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. ഈ ആഗോള സംഗമം വിജയമായിരുന്നു എന്ന് നമുക്ക് പറയാമോ? ഞാൻ അതൊന്നും വിലയിരുത്തുന്നില്ല. ഇവിടെ കാര്യം നടക്കണമെന്നാണ്. ശരി. ഈ വരുന്നതും ആള് കൂടുന്നതും മാത്രം ആ ഒരർത്ഥവും. ആളുകളെ ആർക്ക് വേണേലും കൂട്ടാം. പക്ഷെ കാര്യം നടത്തുന്നതിലാണ് അതിന്റെ. NSS നിലപാട് സ്വാഗതാർഹമെന്ന് മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. സമുദായ സംഘടനകളുടെ സ്വാതന്ത്ര്യത്തിൽ കോൺഗ്രസ് ഇടപെടില്ല എന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. അത് അദ്ദേഹത്തിന്റെ നിലപാടിൽ നല്ല സ്വാഗതാർഹമായ ഒരു നിലപാട്, ഒപ്പം ഒരു സൃഷ്ടിപരമായ വിമർശനവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് UDF-നും BJP-ക്കും എതിരായി. അത് കൃത്യമായി ശരിയും അതോടൊപ്പം എല്ലാ അർത്ഥത്തിലും ഞങ്ങളെടുത്ത നിലപാടുകൾ ശരിയായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന രൂപത്തിലാണ് പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത്. സ്വാഗതാർഹമാണ്. ഞങ്ങൾ ആ കാര്യത്തിൽ ഏറെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. പിന്നെ സാമുദായ സംഘടനകൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇതെല്ലാം പറഞ്ഞാലും ശരി, NSS സമദൂരം പറഞ്ഞാലും പല കാര്യങ്ങളിലും UDF-നെ സഹായിച്ചിട്ടുണ്ട്. ശരിദൂരം തന്നെയാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. ശരിദൂരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിഹരിക്കും. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, NSS കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം ഒരു തെരഞ്ഞെടുപ്പുകളിൽ സമദൂരം എന്നതാണ് ഒരു രാഷ്ട്രീയ നിലപാടായി സ്വീകരിക്കുന്നത്. ആ നിലപാടിൽ നിന്ന് പിന്മാറുകയും ഇടതുമുന്നണിയോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നു എന്നൊരു വ്യാഖ്യാനമാണ് ഇന്നലെയും ഇന്നുമായി ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വ്യക്തത വരുത്താൻ ടോബി സംസാരിച്ച ഘട്ടത്തിൽ NSS ജനറൽ സെക്രട്ടറി തയ്യാറായിരുന്നു? വിജയകുമാർ, ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് അദ്ദേഹവുമായി സംസാരിക്കാനും സാധിച്ചിരുന്നു.
എന്തായാലും നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ശബരിമല വിഷയത്തിൽ സർക്കാരുമായി കൂടുതൽ പ്രശ്നങ്ങൾക്കില്ല, സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളെല്ലാം ശരിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അത് അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിലായാലും സർക്കാർ ചെയ്ത കാര്യങ്ങൾ ശരിയാണ്, നല്ലതാണ്, ആചാരം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത് എന്നുള്ളൊരു നിലപാടാണ്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സമദൂര സിദ്ധാന്തമാണ് അവർ തെരഞ്ഞെടുപ്പുകളിൽ പിന്തുടർന്നുകൊണ്ടിരുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഒരു പിന്തുണ LDFന് ലഭിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു നിലപാടല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്ന അതാണ്. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ LDF സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകളെയാണ് പിന്തുണച്ചത്. അത് അതേപോലെ തന്നെ നിൽക്കുന്നു. ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസിലാണ് അദ്ദേഹം വിശദമായിട്ടുള്ള ഒരു ലേഖനം നൽകിയത്. സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടും അല്ലെങ്കിൽ ആ അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചുകൊണ്ടും അതിനെ പുകഴ്ത്തിക്കൊണ്ടും ഒപ്പം തന്നെ അതിൽ നിന്നും വിട്ടുനിന്ന് BJPയെയും കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ടുമാണ് ആ ലേഖനം വന്നത്. ആ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, ഈ അയ്യപ്പ സംഗമം കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നത് അവിടെ ആളുകൾ കൂടിയിരുന്നില്ല എന്നുള്ള കാര്യത്തിലായിരുന്നു. അതിനൊരു മറുപടി, കൃത്യമായൊരു മറുപടി നമ്മൾ ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം നൽകി. അതായത് ആളെ കൂട്ടുന്നതിലല്ല കാര്യം, ആളെ ആർക്ക് വേണേലും ആൾക്കാരെ കൂട്ടാൻ ആർക്ക് വേണേലും സാധിക്കും, അതിനപ്പുറത്തേക്ക് ശബരിമലയിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ്. അക്കാര്യത്തിൽ സർക്കാർ വിജയമാണെന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും LDFനും അതുപോലെ തന്നെ സർക്കാരിനും ആശ്വസിക്കാൻ കഴിയുന്ന ഒരു നിലപാടാണ് NSSന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്കറിയാം, ഇടത് നേതാക്കന്മാർ നടത്തുന്ന പ്രസ്താവനയിൽ അതിനെതിരെ പരാമർശങ്ങൾ നടത്തി വലിയ ഒരു വാഗ്വാദം ഉണ്ടാകുന്ന അല്ലെങ്കിൽ എതിർ ദിശയിലേക്ക് ഇവർ തമ്മിൽ തെന്നിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം NSSുമായി സർക്കാരും LDFും അടുക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. വിജയകുമാർ. സമദൂരത്തിൽ നിന്ന് ചിലപ്പോൾ ശരിദൂരത്തിലേക്ക് NSS തന്നെ പറയാറുണ്ട്. ആ നിലയിൽ എന്തെങ്കിലും രാഷ്ട്രീയ മാറ്റം NSSന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം വളരെ കൗതുകത്തോടെ ശ്രദ്ധിക്കുന്നത്. ടോബി ജോൺസനാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. അതേസമയം ശബരിമല വിഷയത്തിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടേത് ശരിയായ നിലപാടെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സർക്കാരിനെ NSS എല്ലാ കാര്യത്തിലും എതിർത്തിട്ടില്ല, NSSന്റേത് വിഷയാധിഷ്ഠിത നിലപാടാണെന്നും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. NSS അങ്ങനെ സർക്കാരിനെ നിരന്തരം എതിർത്തതായിട്ട് എനിക്കറിയില്ല. പ്രശ്നാധിഷ്ഠിതമായിട്ട് എതിർക്കും എന്നുള്ളത് തന്നെ. പക്ഷേ NSS വെച്ച ആശയങ്ങളും അഭിപ്രായങ്ങളും എത്രയോ ഈ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയല്ലേ. ഈ അദ്ദേഹത്തിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ്, ശബരിമലയിൽ ആചാരങ്ങൾ നടപ്പാകണം. ഞാൻ തന്നെ പറഞ്ഞത് സ്ത്രീ പ്രവേശനം പാടില്ല. ഇപ്പൊ ഗവൺമെന്റ് സ്ത്രീ പ്രവേശനം എന്നുള്ള ആശയം ഉപേക്ഷിച്ചു എന്നുള്ളതിനോട് ഉറപ്പ് കൊടുത്തു എന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ആത്മഹത്യ ചെയ്ത വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ സാമ്പത്തിക ബാധ്യത തീർത്ത് KPCC. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലെ 60 ലക്ഷം രൂപയുടെ കുടിശ്ശിക അടച്ചു തീർത്തു. പറഞ്ഞ കാര്യം നീതിപൂർവമായി കോൺഗ്രസ് പൂർത്തിയാക്കിയെന്ന് കൽപ്പറ്റ MLA T സിദ്ദിഖ് 24നോട് പറഞ്ഞു. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് NM വിജയന്റെ കുടുംബത്തിന്റെ പ്രതികരണം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് വയനാട് മുൻ DCC ട്രഷറർ NM വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്തത്. ബത്തേരിയിലെ സഹകരണ ബാങ്കുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെ പാർട്ടിക്കായി പണം വാങ്ങിയെന്നും എന്നാൽ നിയമനം നടക്കാതെ വന്നപ്പോൾ ബാധ്യത മുഴുവൻ തന്റെ തലയിലായി എന്നുമാണ് NM വിജയൻ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത്. ഏറ്റെടുത്ത കടം അടച്ചു തീർക്കുമെന്ന് KPCC പ്രസിഡന്റ് വയനാട്ടിൽ പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ 20 ലക്ഷം രൂപ പണമായി കുടുംബത്തിന് നേരിട്ട് കോൺഗ്രസ് നൽകി. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 10 ലക്ഷം രൂപ നൽകി ബാധ്യതയും തീർത്തിരുന്നു. കടമടച്ചു തീർക്കാത്തതിനെ തുടർന്ന് വിജയന്റെ മരുമകൾ DCC ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹമിരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വിവാദമായിരുന്നു. പിന്നാലെയാണ് കൂടുതൽ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും മുൻപ് KPCC കുടിശ്ശിക അടച്ചു തീർത്തത്. 58,23,000 രൂപയാണ് KPCC ബത്തേരി ബാങ്കിൽ അടച്ചത്. KPCC ആ ഫണ്ട് അടച്ചു തീർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് KPCC അയച്ചിട്ടുണ്ട്. 59,23,000 സംതിങ് വരും. അദ്ദേഹത്തിന്റെ ബാധ്യത പൂർണ്ണമായിട്ടും ഒഴിവാക്കാനാണ് KPCC തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി പറഞ്ഞ തീയതികൾ ലംഘിച്ചപ്പോഴാണ് പരസ്യ പ്രതികരണം നടത്തേണ്ടി വന്നതെന്ന് NM വിജയന്റെ മരുമകൾ പത്മജ. അച്ഛൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ബാധ്യതയാണ് എന്നുള്ളത്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് കിട്ടേണ്ടത് എൻ്റെ കുടുംബത്തിന്റെ ആവശ്യമാണ്. സെപ്റ്റംബർ 30 അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അതാണ് അവസ്ഥ. പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസ് പൂർത്തീകരിച്ചെന്ന് കൽപ്പറ്റ MLA T സിദ്ദിഖ്. പാർട്ടി പറഞ്ഞ വാക്ക് പോലെ തന്നെ
ആ വാക്ക് പൂർണ്ണമായും പാലിക്കുകയും 69 ലക്ഷത്തി സംതിങ് ഉണ്ടായിരുന്ന ബാധ്യത പാർട്ടി നേരത്തെ സംസാരിച്ച് ടേക്ക് ഓവർ ചെയ്തതാണ്. ആ ബാധ്യത പൂർണ്ണമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് അടച്ചു തീർക്കുകയുണ്ടായി. വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്ത കേസിൽ IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, DCC മുൻ ട്രഷറർ KK ഗോപിനാഥ് തുടങ്ങിയവരെ പ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി ആഡംബര വാഹനങ്ങൾ കടത്തിയ കേസ് അന്വേഷിക്കാൻ EDയും വാഹന ഇടപാടുകൾക്കു പിന്നിൽ സാമ്പത്തിക ക്രമക്കേടുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. കേസിൽ നടൻ ദുൽഖർ സൽമാന് കസ്റ്റംസ് നോട്ടീസ് അയക്കും. പിടിച്ചെടുത്ത വാഹനങ്ങൾ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യും. കാർ വിൽപ്പനയിലൂടെ കോടികൾ മറിഞ്ഞു എന്ന നിഗമനത്തിലാണ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇടപെടൽ. ഫെമ PMLA നിയമങ്ങൾ പ്രകാരമുള്ള കുറ്റങ്ങൾ വാഹനക്കടത്തിൽ നിലനിൽക്കുമോ എന്നാണ് പരിശോധിക്കുന്നത്. വാഹന ഇടപാടുകളിലൂടെ ലഭിച്ച തുക ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്ന കസ്റ്റംസ് വെളിപ്പെടുത്തലിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികൾ വിവരങ്ങൾ തേടും. വാഹനങ്ങൾ കടത്തിയ കേസിൽ നടൻ ദുൽഖർ സൽമാന് കസ്റ്റംസ് ഇന്ന് സമൻസ് നൽകും. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ രേഖകളും ഹാജരാക്കണമെന്ന് നിർദ്ദേശവും നൽകും. കൃത്യമായി രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് കസ്റ്റംസ് തീരുമാനം. ദുൽഖറിന്റെ 2 വാഹനങ്ങൾ കൂടി കസ്റ്റംസ് നിരീക്ഷണത്തിലാണ്. അതേസമയം തന്റെ പേരിലുള്ള ഒരു വാഹനം മാത്രമാണ് പിടിച്ചെടുത്തത് എന്ന് അമിത് ചക്കാലക്കൽ ആവർത്തിച്ചു. 5 വണ്ടി ഗരാജിൽ കിടന്ന വണ്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്റെ ഉൾപ്പെടെ 7 വണ്ടി. എന്റെ ഒറ്റ വണ്ടിയുള്ളൂ. MP09W1522 എന്ന് പറയുന്ന ലാൻഡ് ക്രൂസർ 1999 ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒറ്റ വാഹനമുള്ളൂ എന്റെ. പിടിച്ചെടുത്ത ആഡംബര വാഹനങ്ങൾ ഉടമകൾക്ക് തന്നെ കസ്റ്റംസ് വിട്ടുനിൽക്കും. സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ നോട്ടീസ് നൽകാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. നിയമ നടപടികൾ അവസാനിക്കും വരെ ഇവ ഉപയോഗിക്കാൻ അനുവദിക്കില്ല. കുറ്റം തെളിഞ്ഞാൽ വാഹനങ്ങൾ കണ്ടുകെട്ടും. അന്വേഷണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചെങ്കിലും കസ്റ്റംസ് കമ്മീഷണർ പ്രതികരിച്ചില്ല. 24 കൊച്ചി. കൊല്ലം കണ്ണനെല്ലൂരിലെ പോലീസ് കള്ളക്കളിക്ക് കൂടുതൽ തെളിവുകൾ. നിരണം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KP പുന്നൂസിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് എത്തിയത് പരാതിക്കാരന്റെ വാഹനത്തിൽ. ചെക്കുകേസിൽ ജാമ്യത്തിൽ വിടണമെങ്കിൽ പരാതിക്കാരന് പണം നൽകണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന് ആവശ്യപ്പെട്ടതിനും രേഖകൾ 24 ലഭിച്ചു. പോലീസ് കസ്റ്റഡിയിലിരിക്കെ കുഴഞ്ഞു വീണ് വെന്റിലേറ്ററിലായ നിരണം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KP പുന്നൂസിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ശനിയാഴ്ച KP പുന്നൂസിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ കോട്ടയത്തെത്തിയത് പരാതിക്കാരന്റെ സഹോദരന്റെ കാറിലാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം പരാതിക്കാരന്റെ ബന്ധുവും ഇതേസമയം കാറിലുണ്ടായിരുന്നു. തുടർന്ന് KP പുന്നൂസിനെ ജാമ്യത്തിൽ വിടാൻ പരാതിക്കാരന് പണം കൊടുക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ചു. ഇതിന്റെ ഫോൺ രേഖകൾ 24 ലഭിച്ചു. അതേസമയം KP പുന്നൂസിനെ റിമാൻഡ് ചെയ്യുമെന്നും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാനും സഹോദരൻ ആവശ്യപ്പെടുന്ന വാട്സ്ആപ്പ് സന്ദേശവും 24 പുറത്തുവിട്ടു. പരാതിക്കാരന്റെ സഹോദരനാണ് KP പുന്നൂസ് ആശുപത്രിയിലാണെന്ന് ബന്ധുക്കളെ അറിയിക്കുന്നത്. സംഭവത്തിൽ KP പുന്നൂസിനെ അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നുവെന്ന് കാട്ടി KP പുന്നൂസിന്റെ അഭിഭാഷകർ നൽകിയ ഹർജി കൊട്ടാരക്കര JFMC കോടതി ഇന്ന് വിശദമായി വാദം കേൾക്കും. കസ്റ്റഡിയിലെടുത്തത് സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കണമെന്ന് പോലീസിനോട് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 കൊല്ലം. തിരുവനന്തപുരം വെള്ളായണിയിലെ നൃത്താധ്യാപകൻ മഹേഷിന്റെ മരണത്തിൽ പോലീസ് നടപടികളിൽ അതൃപ്തി പരസ്യമാക്കി കുടുംബം. പരാതി അറിയിച്ചിട്ടും മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ല എന്ന് മഹേഷിന്റെ സഹോദരി ആരോപിച്ചു. നാളെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് തീരുമാനം. 24 ഫോളോ അപ്പ്. കഴിഞ്ഞ മാസം 12-നാണ് മഹേഷ് ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. അടുത്ത ദിവസം തന്നെ വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോട് മഹേഷിനെ മർദ്ദിച്ച വിവരം വിശദമായി കുടുംബം പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിച്ചിട്ട് ഒരാഴ്ചയായി. ഇതുവരെ കുടുംബത്തിന്റെ പരാതി പോലും രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ല. പോലീസ് പറയുന്നത് അത് പുറമേയുള്ള മർദ്ദനത്തിന്റെ പേരിലുള്ള മരണം അല്ല എന്നുള്ള രീതിക്കാണ് പോലീസ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോഴും ഞാൻ പറയുന്നത് സാറേ, ഇപ്പം അറ്റാക്ക് എന്നാണ് കാണിക്കുന്നതെങ്കിൽ പോലും അടിച്ചതിൻ്റെ പേരിൽ ഞാൻ മുന്നോട്ട് പോകും. എൻ്റെ അനിയനെ തല്ലിയതിൻ്റെ പേരിൽ ഞാൻ മുന്നോട്ട് പോകും. മന്ത്രിക്കും കൊടുക്കും എന്നുള്ളത് തന്നെയാണ് അന്നും ഇന്നും ഞാൻ പറയുന്നത്. ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് അറിയുന്നത് ഇത്രയും ഉള്ളിൽ ക്ഷതവും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത്. നാളെ മുഖ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും കുടുംബം പരാതി നൽകും. കമ്മീഷണർ ഓഫീസിലും കൊണ്ടുവന്ന് കൊടുക്കും, മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കും. ഇപ്പം നമ്മുടെ വാർഡ് മെമ്പർ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നും നാളായിട്ട് ഇത്തിരി സ്ലോയിൽ നിൽക്കുന്നത്. വാർഡ് മെമ്പർ ഇപ്പം ഇവിടെ കോഴിക്കോട് വരെ പോയിരിക്കുകയാണ്. അപ്പം നാളെ വൈകിട്ട് എത്തും. പുള്ളിക്കാരി വന്നോടനെ പുള്ളിക്കാരിയും കൊണ്ട് തന്നെ കമ്മീഷണർ ഓഫീസിലും പോകും, നേരിട്ട് മുഖ്യമന്ത്രിക്കും കൊടുക്കും. നടപടി ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും കുടുംബം അറിയിച്ചു. അതേസമയം ആശുപത്രിയിലെത്തി ഡോക്ടർമാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയതായും CCTV അടക്കം പരിശോധിച്ചതായും മ്യൂസിയം പോലീസ് അറിയിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.
ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ഇന്ത്യക്കെതിരെ പ്രകോപനപരവും അടിസ്ഥാനരഹിതവുമായ പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം പാകിസ്ഥാൻ സ്വയം നന്നാകാൻ നോക്കണമെന്ന് ഇന്ത്യൻ പ്രതിനിധി വിമർശിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കൗൺസിൽ യോഗത്തിലാണ് ഇന്ത്യൻ പ്രതിനിധിയുടെ രൂക്ഷ വിമർശനം. ഇന്ത്യയുടെ പ്രദേശങ്ങൾ മോഹിക്കുന്നതിന് പകരം പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയ ഇന്ത്യൻ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. ഭീകരവാദം കയറ്റുമതി ചെയ്യുന്നതിനും സ്വന്തം ജനങ്ങൾക്ക് നേരെ ബോംബാക്രമണം നടത്തുന്നതിനും പകരം സ്വന്തം രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനാണ് പാകിസ്ഥാൻ ശ്രമിക്കേണ്ടതെന്നും ഇന്ത്യ വിമർശിച്ചു. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങൾക്കെതിരെ UN പൊതുസഭയിൽ തുറന്നടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പലസ്തീനെ പിന്തുണയ്ക്കുന്ന നിലപാട് ഹമാസിന് സഹായമാകും എന്ന് ട്രംപ് പറഞ്ഞു. 7 യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞുവെന്ന അവകാശവാദം ട്രംപ് ആവർത്തിച്ചു. സഖ്യരാഷ്ട്രങ്ങളായ ഫ്രാൻസ്, ബ്രിട്ടൻ ഉൾപ്പെടെ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച നിലപാട് ഹമാസിനാണ് സഹായകരമാകുന്നത്. എല്ലാ ബന്ദികളെയും സുരക്ഷിതരായി തിരിച്ചെത്തിക്കാനാകും വിധമുള്ള വെടിനിർത്തലാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യയുമായി സഹകരിക്കുന്ന ഇന്ത്യയെയും ചൈനയെയും പോലുള്ള രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക ചുമത്തിയ പോലെ കനത്ത നികുതി ചുമത്താൻ യൂറോപ്യൻ യൂണിയനോട് ട്രംപ് ആവശ്യപ്പെട്ടു. 7 യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ തനിക്ക് കഴിഞ്ഞുവെന്ന അവകാശവാദം ട്രംപ് ആവർത്തിച്ചു. സമാധാന കരാറുകൾ അന്തിമമാക്കാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്ന് ഒരു ഫോൺ കോൾ പോലും തനിക്ക് ലഭിച്ചില്ലെന്നും കുറ്റപ്പെടുത്തൽ. കുടിയേറ്റം രാജ്യങ്ങളുടെ ഘടനയെ തന്നെ മാറ്റിമറിക്കുകയാണെന്നും അഭിമാനമുള്ള രാഷ്ട്രങ്ങൾ അവരുടെ സമൂഹങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കണമെന്നും ട്രംപ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. വിദേശ പൗരന്മാർക്കുള്ള H-1B വിസ പദ്ധതി പരിഷ്കരിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. നിലവിലെ ലോട്ടറി സമ്പ്രദായം നിർത്തലാക്കി ഉയർന്ന വരുമാനവും യോഗ്യതയുമുള്ളവർക്ക് മുൻഗണന നൽകുന്ന വിധത്തിൽ പദ്ധതി പരിഷ്കരിക്കാനാണ് നീക്കം. H-1B വിസയിൽ നിലവിലുള്ള ലോട്ടറി സംവിധാനം നിർത്തലാക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം. സെലക്ഷൻ രീതിയിൽ മാറ്റം വരുത്തിയാകും പരിഷ്കരണം. നിലവിലെ രീതി എല്ലാ അപേക്ഷകരെയും തുല്യമായി പരിഗണിക്കുന്നു. കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയും വരുമാനവും വൈദഗ്ധ്യവുമുള്ളവർക്ക് മുൻഗണന നൽകുന്ന വിധത്തിലാകും പുതിയ രീതി. ലോട്ടറി സമ്പ്രദായത്തിനു പകരം വെയ്റ്റഡ് സെലക്ഷൻ നടപ്പിലാക്കാനാണ് നിർദ്ദേശം. വെയ്റ്റഡ് സെലക്ഷൻ രീതിയുടെ ഭാഗമായി പുതിയ ശമ്പള ബാൻഡുകൾ സൃഷ്ടിക്കും. ഏറ്റവും ഉയർന്ന ശമ്പളം ലഭിക്കുന്ന അപേക്ഷകർക്ക് വിസയ്ക്കായി 4 തവണ പരിഗണനയുണ്ടാകും. കുറഞ്ഞ വരുമാനം ലഭിക്കുന്നവർക്ക് 1 തവണ മാത്രമാകും അവസരം. അമേരിക്കൻ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്കും ഇത് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക് 24. BJP വളരാതിരിക്കാൻ കേരളത്തിലും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ലെന്ന് CPI പാർട്ടി കോൺഗ്രസിൽ അഭിപ്രായം. പാർട്ടിക്ക് ദേശീയ പദവി നഷ്ടമായത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടെന്ന് കേരള ഘടകം വിമർശിച്ചു. ജനറൽ സെക്രട്ടറിയായി D. രാജ തുടരുമോ എന്നതിൽ ഇന്ന് തീരുമാനമുണ്ടാകും. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഖ്യമുണ്ട്. എന്നാൽ കേരളത്തിൽ പിന്തുണച്ചാൽ നടപടിയെടുക്കില്ലേ എന്നാണ് കേരളത്തിന്റെ ഗ്രൂപ്പ് ചർച്ചയിൽ ഉയർന്ന ചോദ്യം. കേരളത്തിൽ 10 വർഷത്തിനപ്പുറമുള്ള സാഹചര്യം മുന്നിൽ കാണണമെന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ BJPയെ തടയാൻ ആവശ്യമെങ്കിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കണമെന്നും അഭിപ്രായമുയർന്നു. ഗ്രൂപ്പ് ചർച്ചയിൽ തന്നെ തള്ളിയതിനാൽ പൊതുചർച്ചയിൽ വിഷയം ഉന്നയിച്ചില്ല. സംഘടനാ റിപ്പോർട്ടിന്റെ ചർച്ചയിലും കേരളം കേന്ദ്ര നേതൃത്വത്തെ കടന്നാക്രമിച്ചു. കനയ്യകുമാറിനെ പോലെ യുവനേതാക്കൾ പാർട്ടി വിട്ടുപോയതിൽ നേതൃത്വത്തിനെതിരെ വിമർശനമുയർന്നു. പ്രായപരിധിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന് സംഘടനാ ചർച്ചയിലും കേരളം ആവർത്തിച്ചു. ഭിന്നാഭിപ്രായം സ്വാഭാവികമെന്നും ജനറൽ സെക്രട്ടറിയെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും ഉയർത്തിപ്പിടിക്കുന്ന സംഘടനാ രാഷ്ട്രീയ തത്വങ്ങളിൽ ഒന്നാണ് വിമർശന സ്വയം വിമർശനം. അതൊരു വിമർശനം ഉണ്ടായില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർജ്ജീവ പാർട്ടിയാകും. വിമർശനം ഉണ്ടായിട്ടുണ്ട്, വിമർശനം ഉണ്ടാകും. പക്ഷേ നിങ്ങളെല്ലാം പറയാൻ മറന്നുപോയ കാര്യം, എല്ലാത്തിൻ്റെയും ഒടുവിൽ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും സ്റ്റേറ്റ് സമ്മേളനത്തിലും എല്ലാം അവസാനിച്ചത് ഒറ്റ മനസ്സോടെയാണ്, ഒരേ സ്വരത്തിൽ. ഭരണഘടനാ ഭേദഗതി നിർദ്ദേശങ്ങൾ വൈകിയെത്തിയതിനാൽ ഇത്തവണ പാർട്ടി കോൺഗ്രസിൽ ഭരണഘടനാ കമ്മീഷൻ ഇല്ല. മറ്റ് 3 കമ്മീഷനുകളും ഇന്ന് നടപടികൾ പൂർത്തിയാക്കും. ജനറൽ സെക്രട്ടറിയായി D. രാജ തുടരുമോ? 100ാം വാർഷികത്തിൽ പാർട്ടിക്കൊരു വനിതാ ജനറൽ സെക്രട്ടറി ഉണ്ടാകുമോ? കേരള ഘടകം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇന്ന് വൈകിട്ടോടെ തീരുമാനമുണ്ടാകും. തീരുമാനം എന്തു തന്നെയായാലും അത് ഒറ്റക്കെട്ടായാകും എന്ന വിശദീകരണം മാത്രമാണ് നേതാക്കൾ ഈ ഒരു ഘട്ടത്തിൽ നൽകുന്നത്. ചണ്ഡീഗഡിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.
കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും വിമർശിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം. രാജ്യാന്തര തലത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം പ്രധാനമന്ത്രിയുടെ പരാജയമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മോദി സർക്കാരിന്റെ അഴിമതി ഭരണത്തിന്റെ അവസാനം കുറിക്കുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം പട്നയിൽ ചേർന്നത്. യോഗത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ടുകൊള്ള ആരോപണത്തിലെ തുടർ നീക്കങ്ങൾ നേതാക്കളോട് വിശദീകരിക്കും. സംസ്ഥാനത്തെ സർവകലാശാല ആക്ടുകളിൽ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ വ്യവസ്ഥ കൂട്ടിച്ചേർക്കുന്നതിനുള്ള കരട് ബിൽ മന്ത്രിസഭ അംഗീകരിച്ചു. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ താൽക്കാലിക വിസിമാർ വിസമ്മതിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിയമനിർമ്മാണം. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, എന്താണ് അതിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനം? യെസ്, ശ്രീജിത്ത് വിശദാംശങ്ങളുമായി അല്പസമയത്തിനകം ചേരും. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സംസ്ഥാനത്തെ സർവകലാശാല ആക്ടുകളിൽ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വ്യവസ്ഥ കൂട്ടിച്ചേർക്കുകയാണ്. അതിനുള്ള കരട് ബില്ലാണ് മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നത്. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ ഈ താൽക്കാലിക വിസിമാർ വിസമ്മതിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ നിയമനിർമ്മാണത്തിന് വലിയ പ്രസക്തിയുണ്ട്. നമ്മൾ അല്പസമയത്തിനകം ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരും. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടെ ഗവർണറുടെ അധികാര പരിധി വിവരിക്കുന്ന പാഠപുസ്തക ഭാഗം തയ്യാറായി. 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം 2ാം ഭാഗത്തിലാണ് ഗവർണറുടെ അധികാര പരിധി നാമമാത്രമെന്ന് വിവരിക്കുന്നത്. ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമെന്നും പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച ശേഷം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രഖ്യാപനം. ഗവർണറുടെ അധികാരവും അധികാര പരിധിയും കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠപുസ്തകം വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക്. 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം 2ാം ഭാഗം പാഠപുസ്തകത്തിലെ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന പാഠഭാഗത്തിലാണ് ഗവർണറുടെ അധികാര പരിധികൾ വിശദീകരിക്കുന്നത്. എല്ലാവരും പാഠഭാഗങ്ങൾ പഠിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഗവർണറുടെ അധികാരങ്ങളും ചുമതലകളും, നിയമനിർമ്മാണ അധികാരങ്ങൾ, കാര്യനിർവഹണ അധികാരങ്ങൾ, നീതിന്യായ അധികാരങ്ങൾ, വിവേചന അധികാരങ്ങൾ തുടങ്ങിയ വളരെ വിപുലമായിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത് സാമൂഹ്യശാസ്ത്രം ഇതാണ് കുട്ടികൾ എത്തിക്കഴിഞ്ഞു. ഗവർണർ സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാണ്. യഥാർത്ഥ കാര്യനിർവഹണ അധികാരം മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയ്ക്കാണ്. ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം. ഗവർണർ എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഔദ്യോഗിക സ്ഥാനമല്ല. 1983 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സർക്കാരിയ കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാരായി നിയോഗിക്കരുതെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുകൾ ഗവർണർമാർ മുഖേന സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളിൽ ഇടപെടുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും വിഭവങ്ങളുടെ വിതരണത്തിലും രാഷ്ട്രീയം കലർത്തുന്നു. ഇങ്ങനെ തുടങ്ങി ഗവർണറുടെ നിയമനിർമ്മാണ, കാര്യനിർവഹണ, നീതിന്യായ, വിവേചന അധികാരങ്ങളും പാഠഭാഗത്തിലെ 4 പേജുകളിൽ വിശദമായി പറയുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമലയിൽ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ മേപ്പാടി പഞ്ചായത്ത് നോട്ടീസ് നൽകിയത് നിയമപരമെന്ന് മന്ത്രി എം ബി രാജേഷ്. മുസ്ലിം ലീഗ് കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചെന്ന് എം ബി രാജേഷ് 24നോട് പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് നോട്ടീസ് അയച്ചത് ഭൂ ഉടമയായതുകൊണ്ടാണ് എന്നും മന്ത്രി വ്യക്തമാക്കി. നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും ഉത്തരവുകളും അനുസരിച്ചുള്ള ഒരു നടപടിയാണ് മേപ്പാടി പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാർ സ്വീകരിച്ച നടപടിയല്ല. ആ നടപടി നിയമാനുസൃതമുള്ള നടപടിയാണ്. അവർക്ക് ഇത് പരിഹരിക്കാം. ലാൻഡ് ഡെവലപ്മെൻറ്റ് പെർമിറ്റ് പ്രകാരമുള്ള നടപടി അവർക്ക് സ്വീകരിക്കാം. നിയമാനുസൃതമുള്ള നടപടി അവർ സ്വീകരിച്ച പ്രശ്നം തീർന്നു. ഭൂമിയുടെ ഉടമസ്ഥൻ ലീഗ് അധ്യക്ഷനായിപ്പോയതുകൊണ്ട് ഉടമസ്ഥനെ നോട്ടീസ് അയച്ചതാണ്. അവരുടെ മുമ്പിൽ ഉടമസ്ഥനാണ് ഉള്ളൂ, ലീഗ് അധ്യക്ഷൻ ഇല്ലല്ലോ. പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുമ്പിലുള്ളത് ഉടമസ്ഥൻ ആരാണെന്നുള്ളതാണ്. ഇപ്പോൾ ഉടമസ്ഥനാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. അത് നിർഭാഗ്യവശാൽ ലീഗ് അധ്യക്ഷനായി പോയി എന്നേ ഉള്ളൂ. CPM നേതാവ് KJ ഷൈൻ നൽകിയ അധിക്ഷേപ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിനോട് റിപ്പോർട്ട് തേടി കോടതി. 1ാം പ്രതി CK ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് എറണാകുളം സെഷൻസ് കോടതിയുടെ നടപടി. അതേസമയം KJ ഷൈൻ നൽകിയ പരാതിയിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്തതിന് പിന്നാലെ അന്വേഷണ സംഘം ഫോണുകളും പിടിച്ചെടുത്തു. KM ഷാജഹാന്റെ വീഡിയോ പങ്കുവയ്ക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CK ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയത്.
ഗോപാലകൃഷ്ണന്റെ ജാമ്യാപേക്ഷ എതിർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കോടതി നടപടികൾ നിരീക്ഷിച്ച ശേഷം അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം താൻ നൽകിയ പരാതിയിൽ അന്വേഷണം ഊർജിതമായി നടക്കുന്നുവെന്ന് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു. അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. കേസിൽ കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവരിൽ നിന്നും ഫോൺ പിടിച്ചെടുത്ത് രേഖകൾ പരിശോധിച്ച് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കും. 24 കൊച്ചി. പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പെൺകുട്ടികളുടെ പരാതിയിൽ ഡൽഹി ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടർക്കെതിരെ കേസ്. പാർത്ഥസാരഥി എന്ന സ്വാമി ചൈതന്യാനന്ദക്കെതിരെയാണ് കേസെടുത്തത്. ലൈംഗിക ചുവയോടെ സംസാരിച്ചെന്നും കടന്നുപിടിച്ചെന്നും ചൂണ്ടിക്കാട്ടി 17 പെൺകുട്ടികളാണ് പരാതി നൽകിയത്. ഡൽഹി വസന്ത് കുഞ്ചിലാണ് ശൃംഗേരി ശ്രീ ശാരദാ പീഠത്തിന് കീഴിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ സ്കോളർഷിപ്പ് ലഭിച്ച് PG ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നത് പിന്നോക്കാവസ്ഥയിലുള്ള 32 പെൺകുട്ടികൾ. ഇതിൽ 17 പേരാണ് ഡയറക്ടർ ചൈതന്യാനന്ദക്കെതിരെ പോലീസിൽ മൊഴി നൽകിയത്. അശ്ലീല ചുവയോടെ മെസ്സേജ് അയച്ചു, കടന്നുപിടിച്ചു എന്നിങ്ങനെയാണ് പരാതി. ആശ്രമത്തിലെ വനിതാ ജീവനക്കാരും ഡയറക്ടറുടെ ഇംഗിതത്തിന് വഴങ്ങാൻ നിർബന്ധിച്ചതായും പെൺകുട്ടികൾ ആരോപിച്ചു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് സ്ഥാപനത്തിൽ പരിശോധന നടത്തി. ചൈതന്യാനന്ദ ഉപയോഗിച്ചിരുന്ന ഓൾവോ കാറിലെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തി. നയതന്ത്ര ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന നമ്പർ പ്ലേറ്റാണ് കാറിനും ഉണ്ടായിരുന്നത്. CCTVയും പോലീസ് പരിശോധിച്ചു. പ്രതി ആഗ്രയിലേക്ക് കടന്നതായാണ് വിവരം. കേസിന്റെ പശ്ചാത്തലത്തിൽ ഇയാളെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ശ്രീ ശാരദാ പീഠം അധികൃതർ നീക്കി. പ്രതി നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് വ്യക്തമാക്കി. 24 ഡൽഹി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച റിപ്പോർട്ടിലേക്കാണ്. സംസ്ഥാനത്തെ സർവകലാശാല ആക്ടുകളിൽ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ വ്യവസ്ഥ കൂട്ടിച്ചേർക്കുന്നതിനുള്ള കരട് ബിൽ മന്ത്രിസഭ അംഗീകരിച്ചു. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ താൽക്കാലിക VCമാർ വിസമ്മതിക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നിയമനിർമ്മാണം. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഈ ബില്ല്. അതിലെ ഉള്ളടക്കം എന്താണ്? പുതിയ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് ഈ ബില്ലിലുള്ളത്? വിജയകുമാർ, സംസ്ഥാനത്തെ സർവകലാശാലകളിലെ താൽക്കാലിക VCമാർ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ കൂട്ടാക്കുന്നില്ല. ഈ പ്രശ്നം പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ പുതിയ നിയമനിർമ്മാണം നടത്തുന്നത്. നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബില്ല് കൊണ്ടുവരാൻ ഉള്ള നീക്കമാണ് നടത്തുന്നത്. ഈ സർവകലാശാല നിയമത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഭേദഗതി സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ VCയോട് ആവശ്യപ്പെട്ടാൽ 7 ദിവസത്തിനകം സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം എന്ന വ്യവസ്ഥയാണ് ഈ കരട് നിയമത്തിൽ ഉൾപ്പെടുത്താൻ ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ഇത് അടങ്ങുന്ന വ്യവസ്ഥകൾ അടങ്ങുന്ന ഒരു നിയമ ഭേദഗതി ആയിരിക്കും നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ വരാൻ പോകുന്നത്. അതായത് സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് നിലവിലുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ VCയോട് ആവശ്യപ്പെടുകയോ അഭ്യർത്ഥിക്കുകയോ ചെയ്താൽ 7 ദിവസത്തിനകം സിൻഡിക്കേറ്റ് യോഗം കൂടിയിരിക്കണം. ഈ വ്യവസ്ഥ ഉൾപ്പെടുന്ന നിയമ ഭേദഗതിയാണ് വരാൻ പോകുന്നത്. കേരള സർവകലാശാലയിൽ ഉൾപ്പെടെ ഈ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ VC കൂട്ടാക്കാത്തത് വലിയ തോതിലുള്ള ഭരണപ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. സർവകലാശാല രജിസ്റ്റർ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടും മറ്റും വിയോജിപ്പുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും VC കൂട്ടാക്കുന്നില്ല. സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും ഒക്കെ തന്നെ സമാനമായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് നിയമ ഭേദഗതി കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മന്ത്രിസഭ കരട് ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ VCമാർ തയ്യാറാകാത്ത, വിസമ്മതിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഈ നീക്കം. നടപ്പ് സമ്മേളനത്തിൽ തന്നെ ബില്ല് സഭയിൽ കൊണ്ടുവരും. വിശദാംശങ്ങളാണ് ശ്രീജിത്ത് നൽകിയത് തിരുവനന്തപുരത്ത്. കഴിഞ്ഞ 40 വർഷത്തിനിടെ ഉണ്ടായ റെക്കോർഡ് മഴയിൽ കൊൽക്കത്തയിൽ മരണം 10ആയി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടാണ്. റോഡ്, റെയിൽ, വ്യോമഗതാഗതങ്ങളെയും മഴ ബാധിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ വീഴ്ച എന്നാരോപിച്ച് BJP രംഗത്തെത്തി. ദുരന്തങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു. കനത്ത മഴ കൊൽക്കത്തയിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം വെള്ളത്തിലായി. താഴ്ന്ന മേഖലകളിൽ വീടുകളിലും വെള്ളം കയറി. റോഡ്, റെയിൽ, വ്യോമഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങി. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ദുർഗാപൂജ പരിപാടികൾ റദ്ദാക്കി. സ്കൂളുകൾക്ക് ഇന്നും അവധിയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുകൾ സർക്കാർ അവഗണിച്ചതാണ് മഴക്കെടുതി രൂക്ഷമാകാൻ കാരണമെന്നാണ് BJPയുടെ ആരോപണം. എന്നാൽ ദുരന്തങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിയും പ്രതികരിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായവും കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയും പ്രഖ്യാപിച്ചു. മഴ വരും ദിവസങ്ങളിലും ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 24 ഡൽഹി.
ഫിലിപ്പീൻസിലും തായ്വാനിലും നാശം വിതച്ച് റഗാസ കൊടുങ്കാറ്റ് 14 പേർ മരിച്ചു, 120 പേരെ കാണാതായി. കൊടുങ്കാറ്റിലും മലവെള്ളപ്പാച്ചിലും പാലങ്ങളും റോഡുകളും തകർന്നു. കൊടുങ്കാറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ ചൈനയുടെ തെക്കൻ തീരത്തെത്തും എന്നാണ് മുന്നറിയിപ്പ്. കിഴക്കൻ തായ്വാനിലെ ഹുവാലിയൻ കൗണ്ടിയിലുണ്ടായ കൊടുങ്കാറ്റിൽ ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകി. കെട്ടിടങ്ങളും റോഡുകളും തകർന്നു. വാഹനങ്ങൾ ഒലിച്ചുപോയി. കൊടുങ്കാറ്റിലും മലവെള്ളപ്പാച്ചിലിലും 14 പേർക്ക് ജീവൻ നഷ്ടമായി. മരണനിരക്ക് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി പേരെ കാണാതായി. തെക്കൻ തീരത്തെത്തിയ കൊടുങ്കാറ്റ് വിവിധ പ്രദേശങ്ങളിൽ കനത്ത നാശം വിതച്ചു. പ്രളയത്തിൽ പാലം തകരുന്നതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഹോങ്കോങ്, ഷെൻഷൻ നഗരങ്ങളിലുണ്ടായ പേമാരിയും വെള്ളപ്പൊക്കവും ലക്ഷക്കണക്കിന് ആളുകളെ ദുരിതത്തിലാക്കി. വിമാന സർവീസുകൾ നിർത്തിവച്ചു. സ്കൂളുകളും വ്യാപാര സ്ഥാപനങ്ങളും അടച്ചു. ഫിലിപ്പീൻസിൽ നൻഡോ എന്നറിയപ്പെടുന്ന കൊടുങ്കാറ്റ് 2 ദിവസമായി കനത്ത നാശനഷ്ടം വിതച്ചു. 10,000ങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കഗയാൻ പ്രവിശ്യയിലെ പനുയുറ്റാൻ ദ്വീപിലാണ് കൊടുങ്കാറ്റ് കരതൊട്ടത്. ബഡാനസ്, ബാബുയാൻ ദ്വീപുകൾ, കിഴക്കൻ തായ്വാൻ, തെക്കൻ ചൈന, വിയറ്റ്നാം എന്നിവിടങ്ങളിലെല്ലാം വലിയ നാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ കൊടുങ്കാറ്റ് ചൈനയുടെ തെക്കൻ തീരത്തെത്തും. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. ഓപ്പറേഷൻ നങ്കോറിന്റെ ഭാഗമായി ഭൂട്ടാനിൽ നിന്ന് അടിമാലിയിൽ എത്തിച്ച കാർ പരിശോധിച്ച് കസ്റ്റംസ്. തിരുവനന്തപുരം സ്വദേശിനിയായ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ശില്പ സുരേന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ലാൻഡ് ക്രൂസർ കാറാണ് കസ്റ്റംസ് പരിശോധിക്കുന്നത്. ഞാനാണിപ്പോ ഇതിന്റെ ഓണർ, കറണ്ട് ഓണർ. മുന്നേ ഞങ്ങൾ ഈ ഒരു വണ്ടി എടുത്തിരുന്നത് മലപ്പുറം തിരൂരിൽ നിന്നാണ്. KL55 എന്ന് പറഞ്ഞ രജിസ്ട്രേഷനിൽ നിന്നാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. അപ്പം ഇപ്പൊ ഈ ഒരു ഇഷ്യൂ നടക്കുമ്പോഴത്തേക്ക് എല്ലാം അതർ സ്റ്റേറ്റ് വണ്ടികളാണ് കൂടുതലും വരുന്നത്. ശരിക്കും കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത്, അതായത് കർണാടകയിൽ നിന്ന് NOC കിട്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു വണ്ടിയാണ്. ആ വണ്ടിക്ക് ഇങ്ങനെ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് അത് നമ്മൾക്ക് ഇതിപ്പോ നമ്മൾ 5th ഓണറാണ്. ഈ 5 ഓണേഴ്സ് വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂലല്ലോ എന്താണ് ഇഷ്യൂ എന്ന്. ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ വിവരങ്ങൾ നൽകും. ലാല്, എന്താണ് ഈ പരിശോധനയുടെ പശ്ചാത്തലം? ഇന്നലെ സംസ്ഥാന വ്യാപകമായി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയുടെ തുടർച്ച തന്നെയാണ് തൊടുപുഴയിലും നടക്കുന്നത്, അല്ലേ? അതെ വിജയകുമാർ, ഈ കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഹിമാചൽ പ്രദേശ് മാത്രമല്ല കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ലോബി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ നിന്നെത്തിയ കാറുകളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ കസ്റ്റംസിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള വിവരം കൂടിയായിരുന്നു. നമ്മളിപ്പോൾ സംസാരിച്ച ശില്പ എന്ന് പറയുന്ന യുവതി ഈ കാർ വാങ്ങുന്നത് 2023 തിരൂരിൽ നിന്നാണ്. കാർ വാങ്ങുമ്പോൾ ഇത് KL55 എന്ന തിരൂർ രജിസ്ട്രേഷനിലുള്ള വാഹനമായിരുന്നു. തിരൂരിലേക്ക് ഈ കാർ വാങ്ങുന്നത് അതിനു മുൻപ് കർണാടകയിൽ നിന്ന് തിരൂരുകാർ വാങ്ങിയൊരു കാറാണ് എന്ന കാര്യമാണ് പറഞ്ഞിരുന്നത്. ആ സമയത്ത് NOC അടക്കമുള്ള വിവരങ്ങൾ നൽകിയിരുന്നു. ഇതിന് പിന്നാലെ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് കർണാടകക്കാർക്ക് ഈ വാഹനം കിട്ടുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ്. അതിന് മുൻപുള്ള, അതായത് കോയമ്പത്തൂരിലേക്ക് ഈ വാഹനം എത്തുന്നതിന് മുൻപുള്ള ഒരു ഹിസ്റ്ററിയും ഇതുവരെ മോട്ടോർ വാഹന വകുപ്പിന് പോലും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാറിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നൊരു സംശയമുണ്ട്. 96 മോഡൽ ലാൻഡ് ക്രൂയിസർ കാറാണ് ശില്പ വാങ്ങുന്നത്. അതും 2023 വാങ്ങുന്നത്. വാങ്ങുമ്പോൾ തന്നെ ഇതിന് മുൻപ് 5 ഉടമസ്ഥരുണ്ടായിരുന്നു എന്ന കാര്യം ശില്പയ്ക്ക് അറിയാമായിരുന്നുവെങ്കിലും ആരെല്ലാമാണ് ആ ഉടമസ്ഥർ എന്ന കാര്യം അറിയില്ല. ശില്പയുടെ അറിവിൽ പോലും കർണാടക സ്വദേശികളായിട്ടുള്ളവരാണ് ഇതിൻ്റെ ഉടമസ്ഥർ എന്നത് മാത്രമാണ് അറിയുന്നത്. ബാക്കി ഭാഗം കസ്റ്റംസ് ആണ് പൂരിപ്പിച്ച് നൽകുന്നത്. അതായത് കർണാടകക്കാർക്ക് ഈ വാഹനം ലഭിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നുള്ള ഡീലർമാർ വഴിയാണ്. കോയമ്പത്തൂരിലേക്ക് ഈ വാഹനം എത്തിയ രീതി, അല്ലെങ്കിൽ ഈ വാഹനം ഏത് രീതിയിൽ കോയമ്പത്തൂർ എത്തി എന്ന കാര്യമടക്കമാണ് കസ്റ്റംസ് പ്രധാനമായിട്ടും സംശയിക്കുന്നത്. രാവിലെ 24 ബ്രേക്ക് ചെയ്ത പോലെ ഈ വാഹനം നിലവിൽ അടിമാലിയിലാണ് എങ്കിൽ പോലും കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലേക്കോ മറ്റോ കൊണ്ടുപോകുന്നില്ല. ഏകദേശം ഈ വർഷം തന്നെ ഫെബ്രുവരിയിൽ ആൾട്രേഷൻ വർക്കുകൾക്ക് വേണ്ടിയിട്ട് അടിമാലിയിൽ എത്തിച്ചതാണ് ഈ വാഹനം. വാഹനം നിലവിൽ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ നിലവിലുള്ള അടിമാലിയിൽ തന്നെ വാഹനം സൂക്ഷിക്കും. വാഹനം പുറത്തിറക്കാനോ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തികളുമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കില്ല. വാഹനവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ലഭ്യമായി ഇതിൽ മറ്റ് വിക്രയങ്ങളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളില്ല എന്ന് ബോധ്യമായാൽ മാത്രമേ ശില്പയ്ക്ക് ഈ വാഹനം തിരികെ നൽകിയുള്ളൂ. 15 ലക്ഷം രൂപയ്ക്കാണ് ശില്പ ഈ വാഹനം വാങ്ങിയത്. 2 ലക്ഷം രൂപയുടെ പ്രവൃത്തി ഇതിനോടകം തന്നെ ഈ വാഹനത്തിൽ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഈ വാഹനത്തിൻ്റെ ബാക്കി ഹിസ്റ്ററിയാണ് പ്രധാനമായിട്ടും നിലവിൽ കസ്റ്റംസ് ഇപ്പോൾ പരിശോധിക്കുന്നത്.
യെസ്, ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തൊടുപുഴയിൽ നിന്ന്. ഇതിനോടനുബന്ധമായി ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഭൂട്ടാനിൽ നിന്നുള്ള കാർ കള്ളക്കടത്ത് ഇടപാടിൽ ED അന്വേഷണത്തിന് ഒരുങ്ങുകയാണ്. കസ്റ്റംസിൽ നിന്ന് വിവരങ്ങൾ ED ഉദ്യോഗസ്ഥർ ശേഖരിച്ചു എന്നാണ് വിവരം. നിതിൻ അംബുജൻ വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. നിതിൻ, ED അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നുവെന്ന് രാവിലെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നേരിട്ട് കസ്റ്റംസിൽ നിന്ന് ED വിവരങ്ങൾ ശേഖരിച്ച് അതിന്റെ നടപടിയിലേക്ക് കടന്നിട്ടുണ്ടല്ലേ? വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നേരിട്ട് ED ഉദ്യോഗസ്ഥർ കസ്റ്റംസ് ഓഫീസിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഇപ്പോൾ അല്പസമയം മുമ്പ് തന്നെയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഓഫീസിലേക്ക് ED ഉദ്യോഗസ്ഥരെത്തി ഇപ്പോൾ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു കേസിൽ ഇന്നലെ തന്നെ കസ്റ്റംസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു ഇതിൽ സാമ്പത്തിക ക്രമക്കേടുകളടക്കം അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല, പലരും വാഹന ഇടപാടിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന വിവരം നേരത്തെ തന്നെ EDക്ക് കസ്റ്റംസ് ലഭിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ EDയും ഈ ഒരു കേസിൽ എത്തിയിരിക്കുന്നത്. കാർ വിൽപ്പനയിൽ കോടികൾ മറഞ്ഞെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ED ഉള്ളത്. ഫെമ അതോടൊപ്പം തന്നെ PMLA നിയമങ്ങൾ പ്രകാരമുള്ള കുറ്റങ്ങൾ വാഹനക്കടത്തിൽ നിലനിൽക്കുന്നതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ ED പരിശോധിച്ചു വരികയാണ്. അതിന്റെ രേഖകളടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞു. എന്തായാലും EDയും ഈ ഒരു കേസിൽ വരികയാണ്. നമുക്കറിയാം, ഈ ഒരു കേസിൽ വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്ന ഒരു പശ്ചാത്തലത്തിലാണ് ED ഇപ്പോൾ ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നത്. എന്തായാലും പലരും ഈ വാഹനങ്ങൾ വാങ്ങുമ്പോൾ കള്ളപ്പണ ഇടപാട് നടത്തിയെന്ന വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചിരുന്നു. ആ കാര്യങ്ങളൊക്കെ തന്നെ EDയെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇനിയിപ്പോൾ EDയുടെ തുടർ നടപടികളാണ് ഇതിൽ നിർണായകമാവുക. എന്തായാലും മറ്റ് ഏജൻസികളും കേന്ദ്ര ഏജൻസികളും ഈ ഒരു അന്വേഷണത്തിൽ ഇപ്പോൾ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇതിന് വലിയ മാനങ്ങൾ ഉണ്ടെന്ന വിവരം കസ്റ്റംസ് പങ്കുവച്ച ഒരു പശ്ചാത്തലത്തിലാണ്, അത്തരം കാര്യങ്ങൾ കസ്റ്റംസ് വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് കൂടുതൽ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ഈ ഭൂട്ടാൻ കാർ കള്ളക്കടത്തിന്റെ അന്വേഷണത്തിൽ വന്നിരിക്കുന്നത്. യെസ്, കസ്റ്റംസിൽ നിന്ന് ED ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു. അന്വേഷണത്തിന് ED തയ്യാറെടുക്കുന്നു. ഇതിലെ കള്ളപ്പണ ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ED നടത്താൻ പോകുക. മറ്റു കേന്ദ്ര ഏജൻസികളും ഒരുപക്ഷെ ഇതിൽ അന്വേഷണത്തിന് തയ്യാറായേക്കുമെന്ന സൂചനകൾ കൂടിയുണ്ട്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത് ക്രൈസ്തവ പഠന കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം. RSS ബജറംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയിൽ 2 പാസ്റ്റർമാരെ അറസ്റ്റ് ചെയ്തു. മതപരിവർത്തനം ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ജയ്പൂർ പ്രതാപ് നഗറിലെ പഠന കേന്ദ്രത്തിനെതിരെയാണ് പ്രതിഷേധമുണ്ടായത്. മതപരിവർത്തനം നടത്തുന്നുവെന്നാരോപിച്ചാണ് RSS ബജറംഗ് ദൾ പ്രവർത്തകർ പ്രതിഷേധവുമായി പഠന കേന്ദ്രത്തിന് മുന്നിലെത്തിയത്. പുരോഹിതർക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പഠന കേന്ദ്രത്തിൽ ബൈബിൾ ക്ലാസുകൾ മാത്രമാണ് നടക്കാറുള്ളതെന്നും വിശ്വാസികൾ പറഞ്ഞു. ബജറംഗ് ദൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാസ്റ്റർമാരായ ആശിഷ് ദാമോർ, പീറ്റർ എന്നിവരെ അറസ്റ്റ് ചെയ്തു. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. നേരത്തെ ജയ്പൂർ പ്രതാപ് നഗറിലെ ക്രിസ്ത്യൻ പള്ളിക്ക് നേരെയും ആക്രമണം നടന്നിരുന്നു. 24 ഡൽഹി. തിരുവനന്തപുരത്തെ BJP കൗൺസിലർ തിരുമല അനിലിന്റെ മരണത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടേക്കും. ആത്മഹത്യയിൽ സമഗ്ര അന്വേഷണം വേണമെന്നും രാജീവ് ചന്ദ്രശേഖർ അടക്കം BJP നേതാക്കൾക്ക് മരണത്തിൽ പങ്കുണ്ട് എന്നും ആരോപണമുയർന്നു. അതേസമയം BJP പ്രവർത്തകരും നേതാക്കളും സമൂഹ മാധ്യമങ്ങളിൽ പരസ്യ പോര് തുടരുകയാണ്. കേസിന്റെ അന്വേഷണം കന്റോൺമെന്റ് ACPക്ക് കൈമാറിയിരുന്നു. അന്വേഷണം ഉടൻ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തേക്കും. വിവരങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട അന്വേഷണ സംഘം സഹകരണ സംഘം സെക്രട്ടറിക്ക് നോട്ടീസ് നൽകി. അനിൽകുമാർ വായ്പ നൽകിയതിൽ കൂടുതലും BJP നേതാക്കളും സഹപ്രവർത്തകരായ കൗൺസിലർമാർക്കുമാണെന്ന വിവരം ഇതിനിടെ പുറത്തുവന്നു. ലോൺ എടുത്തടയ്ക്കാത്തവരുടെ പട്ടികയിൽ BJP സംസ്ഥാന നേതാക്കൾ വരെയുണ്ട്. മരണത്തിൽ BJP നേതാക്കൾക്ക് പങ്കുണ്ടെന്ന മന്ത്രി വി ശിവൻകുട്ടി. അനിൽകുമാർ RSSന്റെ പ്രമുഖ നേതാവാണ്. BJPയുടെ ജില്ലയിലെ വളരെ പ്രമുഖനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ ഈ വേർപാടിൽ BJPയുടെ നേതൃത്വത്തിന് നല്ല പങ്കുണ്ട്. ആ പങ്കിനെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ നേതാക്കളും പ്രവർത്തകരും തമ്മിൽ വാക്പോര് മുറുകുകയാണ്. അനിൽകുമാർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന BJP നേതാവ് S സുരേഷിന്റെ ഭാര്യ അഡ്വക്കേറ്റ് അഞ്ജന ദേവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ വിമർശനവുമായി മുൻ കൗൺസിലറും BJP നേതാവുമായ ഹരിശങ്കർ രംഗത്തെത്തി. ഭരണസമിതി അംഗങ്ങളായ BJP നേതാക്കൾ അനിലിനെ പിന്തുണച്ചില്ലെന്നും വിമർശനമുയരുന്നു. ഉന്നതതല അന്വേഷണം വേണമെന്ന CPI ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണനും ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. മഹാരാഷ്ട്രയിലെ ചന്ദ്രാപൂരിൽ നീറ്റ് പരീക്ഷയിൽ 99.99% മാർക്ക് നേടിയ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത നിലയിൽ. അനുരാഗ് ബോർക്കർ എന്ന വിദ്യാർത്ഥിയാണ് ആത്മഹത്യ ചെയ്തത്. തനിക്ക് ഡോക്ടർ ആകേണ്ടെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, എന്താണ് സംഭവിച്ചത്?
വിജയകുമാർ, വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ചന്ദ്രാപൂർ ജില്ലയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വാർത്താ ഏജൻസിയാണ് അല്പസമയം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അനുരാഗ് ബോർക്കർ എന്ന 19-കാരൻ സിന്ദേവാഹി താലൂക്കിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇന്നലെ ഗോരഖ്പൂരിലേക്ക് പോകേണ്ടതായിരുന്നു. അവിടെ MBBS അഡ്മിഷൻ നേടി അവിടെ ഇന്നലെ അഡ്മിഷൻ എടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ, തൂങ്ങി മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ അനുരാഗിനെ കണ്ടെത്തുകയായിരുന്നു. രക്ഷിതാക്കൾ തന്നെ കണ്ടെത്തി. അപ്പോഴേക്കും അദ്ദേഹം മരിച്ചിരുന്നു. പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോയി മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്തു. പക്ഷേ ആത്മഹത്യക്കുറിപ്പ് കണ്ടപ്പോഴാണ്, അതിലെ വിവരങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഈ മരണകാരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ബോധ്യപ്പെടുന്നത്. തനിക്ക് ഡോക്ടറാകേണ്ട എന്നതാണ് ഈ കുട്ടി ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് താൻ ആഗ്രഹിക്കാത്ത ഒരു മേഖലയിലേക്ക് പോകേണ്ടി വരുന്നതിൻ്റെ സമ്മർദ്ദമാകാം. അതാണ് ഈ വേദനയാണ് ആ കുട്ടി ആത്മഹത്യക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. OBC കാറ്റഗറിയിൽ 1475 റാങ്ക് ഓൾ ഇന്ത്യ തലത്തിൽ നേടിയ വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് ഈ തരത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. വിജയകുമാർ, വളരെ വേദനയുണ്ടാക്കുന്ന വിവരങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. മഹാരാഷ്ട്രയിലെ ചന്ദ്രാപൂരിൽ നിന്നാണ് ആ വാർത്ത. നീറ്റ് പരീക്ഷയിൽ 99.99% മാർക്ക് നേടിയ വിദ്യാർത്ഥിയാണ് തനിക്ക് ഡോക്ടറാകേണ്ട എന്ന് കുറിപ്പെഴുതി വെച്ചിട്ട് ജീവനൊടുക്കിയത്. വിശദാംശങ്ങളാണ് ശ്രീനാഥ് ചന്ദ്രൻ നൽകിയത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വാഹനാപകടം. കൊല്ലം അഞ്ചൽ കുരുവിക്കോണത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 22-കാരൻ മരിച്ചു. തിരുവനന്തപുരത്ത് KSRTC ബസ് ലോറിയുമായി കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു. വിഴിഞ്ഞം ഏങ്ങാനൂരിൽ വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് 14 പേർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ മുതലുണ്ടായ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. കൊല്ലം അഞ്ചൽ കുരുവിക്കോണത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 22-കാരൻ മരിച്ചു. കരവാളൂർ സ്വദേശി സംഗീതാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പോയ KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച് 20ഓളം പേർക്ക് പരിക്കേറ്റു. മണ്ണന്തല മരുതൂർ ജംഗ്ഷന് സമീപമാണ് അപകടമുണ്ടായത്. വിഴിഞ്ഞം വെങ്ങാനൂരിൽ കുട്ടികളുമായി പോയ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു. 14 വിദ്യാർത്ഥികൾക്ക് സാരമായി പരിക്കേറ്റു. പത്തനംതിട്ട കൂരമ്പാല ജംഗ്ഷന് സമീപം കാർ ബൈക്കുകളിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. ഇടുക്കി പെരുവന്താനം അമലഗിരിക്ക് സമീപം KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കാസർഗോഡ് പടന്നക്കാട് ദേശീയപാതയിൽ ലോറി മറിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. മലപ്പുറം എടരിക്കോടിന് സമീപം ക്ലാരിമൂച്ചിക്കലിൽ ബസ് വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞുകയറി. രാവിലെ 7:30യോടെയാണ് അപകടം ഉണ്ടായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. തൃശൂർ കുന്നംകുളത്ത് മദ്യലഹരിയിൽ ഓടിച്ച കാർ മറ്റൊരു കാറിലേക്ക് ഇടിച്ചു കയറി അപകടം. കേച്ചേരി സ്വദേശി സുരേഷ് ഓടിച്ച കാറാണ് അപകടമുണ്ടാക്കിയത്. ഇയാളുടെ കാറിൽ നിന്ന് പകുതി കഴിച്ച മദ്യത്തിന്റെ കുപ്പിയും പാൻ മസാലയും ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇതിൽ ആർക്കും പരിക്കൊന്നും ഏറ്റിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഈ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഇയാൾക്ക് നിൽക്കാൻ പോലും കഴിയാത്ത തരത്തിൽ മദ്യലഹരിയിലായിരുന്നു എന്നാണ് സൂരജിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. വിജയകുമാർ, എന്തായാലും ഈ അപകടത്തിൽ ആർക്കും തന്നെ കാര്യമായി പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്ന് 12:30യോടുകൂടിയായിരുന്നു ഈ കുന്നംകുളത്ത് ഈ കാർ അപകടത്തിലാകുന്നത്. അത് മദ്യലഹരിയിൽ കേച്ചേരി സ്വദേശിയായിരുന്ന സുരേഷ് ഓടിച്ച വാഹനമാണ് ഈ അപകടത്തിൽപ്പെടുന്നത്. പിന്നീട് ഈ വാഹനത്തിൽ നടത്തിയ പരിശോധനയിൽ മദ്യക്കുപ്പികളും അതോടൊപ്പം തന്നെ പകുതി കഴിച്ച നിലയിൽ ഈ ബിയർ കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട്. പാൻ മസാല അടക്കം ഈ വാഹനത്തിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കാർ ഓടിച്ചിരുന്ന സുരേഷ് മദ്യലഹരിയിലാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. എന്തായാലും ഈ മദ്യലഹരിയിലാണോ എന്നെ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനകളിലേക്ക്, രക്തപരിശോധനയിലേക്ക് അടക്കം പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാഹനം ഓടിച്ച സുരേഷ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വിജയകുമാർ, ഈ മേഖലയിൽ കഴിഞ്ഞ മാസം അപകടത്തിൽ 3 പേർക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തു. അതേ മേഖലയിലാണ് ഇപ്പോൾ വീണ്ടും വാഹനാപകടം ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ, ഇയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അയാൾക്ക് നിൽക്കാൻ ഉള്ള ശേഷി പോലുമില്ല, അത്രത്തോളം മദ്യലഹരിയിലായിരുന്നു അയാൾ വാഹനം ഓടിച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ അറിയിച്ചത്. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകി തൃശ്ശൂരിൽ നിന്ന്. KJ യേശുദാസിന് തമിഴ്നാട് സർക്കാരിന്റെ MS സുബ്ബലക്ഷ്മി പുരസ്കാരം. സംഗീത മേഖലയിലെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് പ്രഖ്യാപനം നടത്തിയത്. കലൈമാമണി പുരസ്കാരം ഗായിക ശ്വേതാ മോഹന് സമ്മാനിക്കും. സംഗീത സംവിധായകൻ അനിരുദ്ധിനും പുരസ്കാരമുണ്ട്. 2021, 22, 23 വർഷങ്ങളിലെ ഭാരതീയാർ കലൈമാമണി പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. അടുത്ത മാസം ചെന്നൈയിൽ പുരസ്കാരം സമ്മാനിക്കും. സിനിമ, സംഗീതം, നാടകം, നൃത്തം, ഗ്രാമീണ കലകൾ, സംഗീത, നാടകം തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി 90 പേർക്കാണ് പുരസ്കാരം നൽകുന്നത്.
രാജ്യത്തെ ഏറ്റവും മികച്ച കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള പുരസ്കാരം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ലഭിച്ചു. ബാങ്കിംഗ് ഫ്രണ്ടിയേഴ്സ് നഫ്ക ബാങ്കുമായി ചേർന്ന് ഗോവയിൽ നടത്തിയ ദേശീയ കോപ്പറേറ്റീവ് ബാങ്കിംഗ് സമ്മിറ്റിലാണ് പുരസ്കാരം. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസ്യതയ്ക്കും പ്രവർത്തനത്തിലെ സുതാര്യതയ്ക്കുമുള്ള അംഗീകാരമാണിതെന്ന് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി ചെയർമാൻ ഡോക്ടർ എൻ സായിറാം, CEO ശൈലേഷ് സി നായർ, COO പൗസാൻ വർഗീസ് എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ഗോവ സഹകരണ മന്ത്രി സുഭാഷ് ശിരോദ്കറാണ് പുരസ്കാരം സമ്മാനിച്ചത്. 2023-24 സാമ്പത്തിക വർഷം മികച്ച ക്രെഡിറ്റ് വളർച്ച, മികച്ച ഓഡിറ്റ് റിപ്പോർട്ട് എന്നിവയ്ക്കുള്ള പുരസ്കാരവും സൊസൈറ്റിക്ക് ലഭിച്ചിരുന്നു. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.